Hello everyone, welcome back to our channel. Today we are going to cover the basics of Python function. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്, അതുപോലെ റിട്ടേൺ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വന്നിട്ട് പൈത്തൺ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. പൈത്തണിൽ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് df എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ ഫംഗ്ഷൻ നെയിം പാരന്തസിസ് ആൻഡ് എ കോളൻ. ആൻഡ് ദ കോളൻ signals start of a function block. And there are certain rules for naming a function in Python. First വന്നിട്ട് it must start with a letter or underscore. ഇതിൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർസ് എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. ബട്ട് അതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെറ്ററോ അണ്ടർസ്കോറിലോ ആണ് തുടങ്ങേണ്ടത്. ഇതിൽ മൂന്നാമത്തെ കാര്യം സ്പെഷ്യൽ ക്യാരക്ടേഴ്സും സ്പേസസും അലൗഡ് അല്ല എന്നുള്ളതാണ്. നാലാമത്തത് ഇത് കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നതും സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നതും വേറെ വേറെ നെയിമുകളായിരിക്കും ഇതിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ ഫിഫ്ത്ത് വന്നിട്ട് റിസർവ്ഡ് കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. def ഗ്രീറ്റ്. അപ്പൊ നമ്മൾ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു, ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷന്റെ പേര് കൊടുത്തു, ദെൻ പാരന്തസിസ് കൊടുത്തതിന് ശേഷം നമ്മളൊരു കോളം കൊടുത്തു. ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ, കോളൻ സിഗ്നൽസ് ദ സ്റ്റാർട്ട് ഓഫ് എ ഫംഗ്ഷൻ ബ്ലോക്ക്. അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് പ്രിന്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് ഞാൻ എൻ്റെ പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാനൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ലൈക്ക് ഹലോ വെൽക്കം ടു പൈത്തൺ. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ ആ ഒരു ഫംഗ്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ക്യാൻ കോൾ ഇറ്റ് ബൈ സിംപ്ലി റൈറ്റിംഗ് ഗ്രീറ്റ്. ഓക്കെ, ദിസ് വിൽ എക്സിക്യൂട്ട് ദ കോഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഇതിൽ വരിക, അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്രീറ്റ് എന്ന് കൊടുക്കുക, അതായത് ആ ഫംഗ്ഷൻ്റെ പേര് വിളിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് വിളിച്ചിട്ട് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് we get the message like hello welcome to python എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ള ആ ഒരു കോഡ് എക്സിക്യൂട്ട് ആയിട്ട് നമുക്ക് ആ മെസ്സേജ് തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു കുഞ്ഞി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഇതിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഒരു ഫംഗ്ഷന്റെ റിസൾട്ട് ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഹിയർ വി ക്യാൻ ഡിഫൈൻ ദ ഗ്രീറ്റ് ഫംഗ്ഷൻ ടു റിട്ടേൺ എ സ്ട്രിംഗ് ഇൻസ്റ്റീഡ് ഓഫ് പ്രിന്റിംഗ് ഇറ്റ് ഡയറക്ട്ലി. ലൈക്ക് ഇവിടെ നമ്മൾ പ്രിന്റിന് പകരം ഉപയോഗിക്കുന്നത് റിട്ടേൺ ആണെന്ന് മാത്രം. ഓക്കെ, ഒരു സ്പേസ് കൊടുക്കുക, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. സോ ഇതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ റിട്ടേണിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ വാല്യൂ എന്താണോ അത് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത്രയാണ് ഉണ്ടാവുന്നത്. സോ ഇത്തരത്തിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് ദ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ടു ഡിസ്പ്ലേ ദ സ്ട്രിംഗ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്രീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്കിതൊരു വാരിയബിളിലേക്ക്, ഞാനിപ്പം var1 എന്ന് പറഞ്ഞൊരു വാരിയബിൾ കൊടുത്തിട്ട് അതിലേക്ക് ഈ ഗ്രീറ്റ് ഫംഗ്ഷൻ അസൈൻ ചെയ്തു, ഗ്രീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അസൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അതിൽ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഈ var1 ഉപയോഗിച്ചിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ദ സെയിം മെസ്സേജ്. നമുക്ക് സെയിം മെസ്സേജ് തന്നെ കിട്ടും. അപ്പം നമ്മളിതിൽ പ്രിന്റ് ആ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ആ മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. So if we need a quick display, we can use a print function while we creating a function. Okay, so നമുക്ക് ഇതിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് when we need the output for further processing. നമുക്ക് ഔട്ട്പുട്ട് ഫർദർ പ്രോസസ്സിംഗ് ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ക്വിക്കായിട്ട് നമ്മുടെ ആക്ഷൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ, അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ക്വിക്കായിട്ട് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ പ്രിന്റ് ഫംഗ്ഷൻ ഡയറക്ട്ലി ഇൻസൈഡ് അവർ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, so that's it, and you know now how to define a function, call it, and understand when to use print and return. Thanks for watching. Check out the next video for more on Python functions.